റെസ്യൂമെയിൽ ലിങ്ക്ഡിൻ URL ആഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെ? ഒന്ന്, യാതൊരു കാരണവശാലും കസ്റ്റമൈസ്ഡ് അല്ലാത്ത ലോങ് URL ഒരിക്കലും റെസ്യൂമെയിൽ ആഡ് ചെയ്യാൻ പാടില്ല. എങ്ങനെ ലിങ്ക്ഡിൻ URL റെസ്യൂമേക്കായി കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പബ്ലിക് പ്രൊഫൈലിലേക്ക് പോവുക. അവിടെ ചെന്ന ശേഷം നിങ്ങളവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കസ്റ്റം URL എന്നുള്ള ഓപ്ഷനിൽ എഡിറ്റ് ചെയ്ത് ലിങ്ക്ഡിൻ URL നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരിലേക്ക് മാറ്റാം. ഇനി സെക്കൻഡായിട്ട് ആൾക്കാർ ലിങ്ക്ഡിൻ URL വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, റോങ് പ്ലേസ്മെൻറ്റ് ഓഫ് ലിങ്ക്ഡിൻ URL. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസും ലിങ്ക്ഡിൻ URLും ഒരു കാരണവശാലും ഹെഡറിലോ ഫൂട്ടറിലോ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഒപ്പം റെസ്യൂമെ എഴുതി കഴിഞ്ഞ് ഏറ്റവും താഴെ അഡ്രസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ലിങ്ക്ഡിൻ URL എന്നിങ്ങനെ എഴുതുന്ന ഒരു പതിവ് കൂടിയുണ്ട്. അതും അത്ര നല്ല ഒരു പ്രാക്ടീസ് അല്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ലിങ്ക്ഡിൻ URL നിങ്ങളൊരു ലിങ്ക് ആയിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ ഹൈപ്പർ ലിങ്ക് കൊടുക്കാറുണ്ട്, അങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ PDF-ലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് ക്ലിക്കബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം ബിഫോർ സെൻഡിങ് ദിസ് ടു ദി റിക്രൂട്ട്. ഇനി നിങ്ങളുടെ ലിങ്ക്ഡിൻ URL നിങ്ങൾ റെസ്യൂമെയിൽ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാം. നമ്മുടെ ലിങ്ക്ഡിൻ URL നമ്മൾ നമ്മുടെ റെസ്യൂമെയിൽ ആഡ് ചെയ്യുമ്പം അത് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഒപ്പം ഡേറ്റ തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ റെസ്യൂമെയിൽ ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം നമ്മുടെ ലിങ്ക്ഡിനിലും ഉണ്ടാവേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ റെസ്യൂമെയിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ആയിട്ട് ഇന്ന കമ്പനികളിൽ ജോലി ചെയ്തു ഇത്ര വർഷങ്ങളിൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മാച്ച് ആയിട്ട് വേണം നമ്മൾ നമ്മുടെ റെസ്യൂമെയിലും കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ URL റെസ്യൂമെയിൽ ആഡ് ചെയ്യും.